ഈ കഴിഞ്ഞ ദിവസം CPM-ന്റെ തിരുത്തൽ രേഖ എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് അവലോകനം പുറത്തു വന്നു. എന്താണ് പറ്റിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്. എന്താണ് പറ്റിയതെന്നുള്ളത്, എന്താണ് പറ്റിയതെന്ന് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം. നാട്ടുകാർക്ക് മനസ്സിലായി, യുവമാർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ. അതെ, അല്ല മനസ്സിലാകാഞ്ഞിട്ടല്ല, അത് ആ ഭാവിക്കുന്നു. രണ്ടുപേരും ഞങ്ങളുടെ കുഴപ്പമല്ല ഇത് എന്ന് പറഞ്ഞിട്ട് ഇത് ഒഴിയാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന കമ്മിറ്റി. പക്ഷേ ഇതിനെതിരെ വലിയ തോതിൽ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ പൊട്ടിത്തെറി ഉണ്ടായെന്നാണ് പറയുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ സാക്ഷാൽ തോമസ് ഐസക്കിന് അദ്ദേഹം തെറുത്ത് കയറ്റിക്കൊണ്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ? അതെ, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹം പറഞ്ഞ നിലപാട് ശരിയല്ല എന്നാണ്, ഉത്തരവാദികൾ ഇവർ തന്നെയാണെന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത്. കാരണം അദ്ദേഹത്തിന് നല്ല കട്ട കലിപ്പുണ്ട്. നിയമസഭ കണ്ടിട്ടില്ല 2021 ശേഷം. എന്നിട്ട് ഇദ്ദേഹത്തെ പത്തനംതിട്ട നിർത്തി വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിടാൻ ഒരു നീക്കം നടത്തി. അദ്ദേഹം വിജയിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഓഫീസ് വരെ എടുത്തു, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എടുത്തു പത്തനംതിട്ട ടൗണിൽ. അദ്ദേഹം എം പി ഓഫീസ് എടുത്ത് വാടകയൊക്കെ നിശ്ചയിച്ച് എല്ലാം ഫർണിഷിംഗ് ഒക്കെ തുടങ്ങുമ്പോഴാണ് ഫലം വരുന്നതും 8 നില പൊട്ടുന്നത്. അപ്പം അങ്ങനെയൊക്കെ നടന്ന ആ പുള്ളി ഇങ്ങനെ വഴിയിലൂടെ അനാഥപ്രദമായിട്ട് നടക്കുന്ന സമയത്താണ് ഇവരെല്ലാം കൂടി പുതിയ കുറേ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് പുതുജനത പുതുരക്തം എല്ലാം കൂടെ കൊണ്ടുവന്ന് മൊത്തം തോറ്റമ്പി പിണറായി വിജയൻ മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഇവിടെ ജീവസുധാരൻ പോലും പറഞ്ഞു ഐസക് എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, സുധാകരന്റെ പാർട്ടി ഉള്ള സമയത്ത് എതിരാളിയായിരുന്ന ആളാണ്, എന്നാലും പറഞ്ഞു ഐസക് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അസംബ്ലിയിൽ എന്തെങ്കിലും മറുപടി തിരിച്ച് പറയുമായിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്, CPM സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ യഥാർത്ഥ വസ്തുത എന്താണ്? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ പാടില്ല. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയണം. KK ശൈലജയുടെ തോൽവി അന്വേഷിക്കണം. ഇങ്ങനെ 3 പ്രധാന വിഷയങ്ങളാണ് ശരിക്കും പാർട്ടി സഖാക്കന്മാർ വെക്കുന്നത്, അവരുടെ തിരുത്തൽ രേഖയിൽ വെക്കുന്നത് ഇതാണ്. പിന്നെ അതിനൊപ്പം ഉള്ള ഒന്നെന്താണ്? ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗിയുടെ കത്ത് വായിച്ചു സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടിയിൽ നിലനിർത്തിയിരിക്കുന്നത്. അതാണ് മറ്റൊന്ന്. പിന്നെ വേറെ വന്നത് ഈ PK ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തു. അത് ജില്ലാ കമ്മിറ്റി ആണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി ആണെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. അത് ഏതർത്ഥത്തിലാണ് അവർക്ക് സീറ്റ് കൊടുത്ത്? വേറെ യോഗ്യരായ നിരവധി പേരുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ ജനങ്ങളുടെ പാർട്ടി അണികളുടെയൊക്കെ തന്നെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് എന്തുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയാക്കിയ ചോദ്യമുണ്ട്. അതുപോലെ ഈ MV ഗോവിന്ദൻ TI മധുസൂദനെതിരെ കൊണ്ടുവന്ന TK ഗോവിന്ദൻ അല്ല, പിന്നെ അവിടെ മറ്റേ കുഞ്ഞികൃഷ്ണൻ കൊണ്ടുവന്ന ആ രേഖകൾ കറക്റ്റ് ആയിരുന്നിട്ടും അയാളെ സംരക്ഷിച്ചു. സാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത്. വീണ ജോർജിന്റെ പെടലി ഉളുക്ക് നാടകം, കേരളം ഒട്ടാകെ നടന്നിട്ടുള്ള അഴിമതികൾ, വികസന പ്രവർത്തനത്തിന്റെ പേരിൽ പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ ഈ കള്ളക്കേസുകൾ, ഇതെല്ലാം ഇതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ള ചൂണ്ടിക്കാട്ടലുകളായിട്ട് വന്നതാണ്. അതിലെല്ലാം ഉപരി എല്ലാ കമ്മിറ്റികളും ഒന്നടങ്കം ചൂണ്ടിക്കാട്ടിയ ധർമ്മടത്ത് പിണറായി വിജയൻ രാജിവെച്ചതിന് ശേഷം KK ശൈലജയോടെ മത്സരിച്ച് വിജയിപ്പിച്ച് അവരെ പ്രതിപക്ഷ നേതാവാക്കണം എന്ന് ഒരു ആവശ്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നത്. പക്ഷേ ഇതെല്ലാം ഇവർ അംഗീകരിച്ചു. അത് ഏതൊക്കെയാണ്? ഒന്ന്, പിണറായി വിജയനും MV ഗോവിന്ദനും അല്ല തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണക്കാർ എന്നുള്ളത് ഒഴിച്ച് അവർ രണ്ടുപേരും പാർട്ടിയാണ് കാരണം. അപ്പോൾ KK ശൈലജയെ മാറ്റി നിർത്തിയതിനെക്കുറിച്ചും അവർ ഉത്തരവാദിത്വം ഏൽക്കത്തില്ല. ബാക്കിയെല്ലാം ഇവർ പറയുന്നത് വെള്ളാപ്പള്ളിയുടെ പേര് കൊടുക്കുന്നത് ഒക്കെ ശരിയാണെന്ന് പറയും. അപ്പോൾ ഇന്നലെ ഈ കുഞ്ഞികൃഷ്ണൻ മനോരമയ്ക്കകത്തൊരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ഈ അഭിമുഖത്തിൽ നമ്മൾ ഇന്നലെ ഒരു ചർച്ച നടത്തിയപ്പോൾ ചോദിച്ച അതേ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ആഗോള അയ്യപ്പ സംഗമം എന്തിനു നടത്തി, ആര് നടത്തി, ആരാണ് ഇതിന് ഉത്തരവാദിത്വം? പിണറായിയുടെ ജോലിസ്യം പറഞ്ഞാൽ പത്മകുമാർ കള്ളക്കേസ് പിന്നെ സ്വർണ്ണക്കൊള്ളക്കേസിൽ അകത്ത് പോയിട്ട് എന്തിനാ അയാളെ പാർട്ടിക്കകത്ത് വെച്ചോണ്ടിരുന്നത്? ആരാണ് വെച്ചോണ്ടിരുന്നത്? അത് പാർട്ടിയാണ് വെച്ചത്. പിന്നെ ഇവർ ശുപാർശ ചെയ്യാത്ത പേരാണ് PK ശ്യാമള. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഒരാളും ശുപാർശ ചെയ്യാത്ത പേരാണ് PK ശ്യാമളയുടെ. അതെങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിൽ ചെന്നു? അതെങ്ങനെ? അതായത് KK രാഗേഷ് ഒറ്റയ്ക്ക് വിട്ടുകൊടുത്ത പേരാണ്. പിന്നെ ഈ പറഞ്ഞ PK ശ്യാമളയുടെ വിഷയം, PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അതാണ് നമ്മൾ പറഞ്ഞത്. മറ്റേ TI മധുസൂദനന്റെ ഇത്രയും വലിയ ഇത് ഉണ്ടായിട്ട്, ഇത്രയും വലിയ രക്തസാക്ഷി ഫണ്ടിലാണ് ക്രമക്കേട് നടത്തിയെന്ന് പറഞ്ഞത്. ക്രമക്കേട് നടത്തിയവന്റെ പേരല്ല നടപടി എടുത്തത്, ആരോപണം ഉന്നയിച്ചതിനെ പുറത്താക്കിയെന്ന് മാത്രമല്ല, ഇത്രയും രൂക്ഷമായിട്ട് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച വരികയും ഏരിയ കമ്മിറ്റിയിലെല്ലാം ഈ കണക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടും ആ TI മധുസൂദന് തന്നെ വീണ്ടും സീറ്റ് കൊടുത്തു.
അതുപോലെ കെ ശൈലജ എന്ന് പറയുന്ന അവരുടെ ഗ്ലാമർ താരമാണ്. ആള് അഴിമതിക്കാരിയായിരുന്നു, പക്ഷേ എങ്കിൽ പോലും അവർ പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു പിടിവള്ളി ടീച്ചറമ്മ അവരെന്ത് ചെയ്യുന്നു, അവരെ കൊണ്ടുവന്ന് സണ്ണി ജോസഫിനെതിരെ പേരാവൂരിൽ മത്സരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ ഉണ്ടായിട്ട് ഇതെല്ലാം പാർട്ടിയുടെ വീഴ്ചയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? പാർട്ടി എന്ന് പറയുന്ന കാര്യം, പാർട്ടി എന്ന് പറയുന്ന സംഗതി ഒരു ഇമ്മറ്റീരിയറ്റുള്ള സാധനമാണോ? കാണാത്ത ഏതോ അദൃശ്യമായ കാര്യമാണെന്നാണ് സ്വാഭാവികം ചോദിക്കേണ്ടത്. പാർട്ടി എന്ന് പറഞ്ഞാൽ നേതൃത്വം ഇവർ തന്നെയാണ് പാർട്ടി. അല്ലാത്തവൻ പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ഇവർ തന്നെയല്ലേ പാർട്ടി തീരുമാനം എടുക്കുന്നത്. അതെ, ഈ പറഞ്ഞ തിരുത്തൽ രേഖ മുഴുവൻ കള്ളത്തരമാണെന്നാണ് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ആരാ? ഐസക് പറഞ്ഞ തിരുത്തൽ രേഖ മുഴുവൻ കള്ളത്തരമാണ്. ഈ കള്ളത്തരം കാണിച്ചിട്ട് ആ രേഖ എടുത്ത് മുന്നിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അല്ല, നാളെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ്, ഈ നേതാക്കന്മാർ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഇരുന്ന നേതാക്കന്മാർ നാളെ താഴെത്തട്ടിലേക്ക് ഈ റിപ്പോർട്ടും കൊണ്ടുവന്നാണെങ്കിൽ അണികൾ അവർ അടികൊടുത്ത് ഓടിക്കും. കാരണം പിണറായിയും എം പി ഒന്നിനും പച്ചക്കള്ളമാണ് പറയുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഈ പാർട്ടി തോക്കാനുള്ള കാരണം. വെള്ളാപ്പള്ളി നടേശനൊക്കെ അതിനകത്തൊരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഇവരുടെ രണ്ടുപേരുടെ നീതി ഇന്ന് എം വി ഗോവിന്ദനയുടെ ഭാര്യയെ MLA ആക്കി മന്ത്രിയാക്കാൻ വന്നതാണ്. പിണറായി 3 മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയാക്കാൻ കൊണ്ടുവന്ന ആളാണ്. അതെ, പിണറായി ആണെങ്കിൽ സ്വന്തം കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കി, അവരുടെ കച്ചവടവും പൈസ ഉണ്ടാക്കലും മാത്രം പിണറായി ശ്രദ്ധ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഈ 2 പേര് ചേർന്ന് ഈ പാർട്ടിയെ ഇല്ലാതാക്കി. എന്നിട്ട് ഈ എല്ലാ കീഴ്ഘടകങ്ങളിൽ നിന്ന് വന്ന തിരുത്തൽ രേഖകളിൽ മുഴുവൻ ഇവർക്കെതിരെ ഉണ്ടായ രൂക്ഷ വിമർശനവും ഒഴിവാക്കി. എന്നിട്ട് ആ രേഖ തിരുത്തിക്കൊണ്ട് ഇവിടെ നിന്നൊരു സാങ്കല്പിക രേഖ ഉണ്ടാക്കി വീണ്ടും താഴെ തട്ടിലേക്ക് പോകണം. ഒറിജിനൽ രേഖ തിരുത്തുക എന്ന് പറഞ്ഞ ഒരു കുലത്തൊഴിലാണ്, പണ്ട് പോലെയുള്ള രീതിയാണ്. ശരിക്കും ഒറിജിനൽ റിപ്പോർട്ട് പിന്നെ തിരുത്തും. നമ്മുടെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ നമ്മളെ ADGPയുടെ ലൈനാണ്. വിളിച്ചു വരുത്തി തിരുത്തിക്കുക. കടിച്ച വാമനെ കൊണ്ട് വിഷം അറിയിക്കാന്നുണ്ട്. റിപ്പോർട്ട് എഴുതാനെ കൊണ്ട് വിളിച്ചിട്ട് മര്യാദയ്ക്ക് മാറ്റി എഴുതണമെന്ന് പറഞ്ഞ് അവർ പറയും, ഞാൻ പറഞ്ഞുതരാം, നീ അങ്ങനെ എഴുതിയാൽ മതി എന്ന് പറയുന്ന രീതിയുണ്ട് അവർക്ക്. എന്നിട്ട് വീണ്ടും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടുമായിട്ട് നേരെ കീഴ്ഘടകങ്ങളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ച് ഇങ്ങോട്ട് വരും. ഇവിടെ വരുമ്പോൾ ഇവർ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് പിണറായി വിജയനും എം വി ഗോവിന്ദനെതിരെയുള്ള എല്ലാം ഒഴിവാക്കി ഇവന്മാർ നുണ തന്നെ അടിച്ച് താഴോട്ട് വിട്ടു കൊടുക്കും. ഈ പോകുന്ന ഒരു സാധനം അവിടെ അംഗീകരിക്കുകയില്ല. നുണയാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ 2 പേരും, ഈ പിണറായി വിജയനൊക്കെ ഭയങ്കര കള്ളന്മാരാണ്. ഇയാളൊക്കെ നാക്കെടുത്ത കള്ളവേ പറയും. അതാണ് എല്ലാവരും കള്ളം തന്നെയാണ് പറയുന്നത്. നേതാക്കന്മാർ തലപ്പത്തിരിക്കുന്നവരെല്ലാം കള്ളം പറയുന്നു. പണ്ട് അണികൾ വിശ്വസിക്കുമായിരുന്നു. നേതാവിന് ഇന്ന് സൂര്യ വെച്ച് പടിഞ്ഞാറാണെന്ന് ശരിയാണ്, ഞാനും കണ്ടു എന്ന് പറയും. പക്ഷേ ഇതിനൊക്കെ മാറിപ്പോയി, കാലം മാറി. പണിയാക്കാൻ പറയും അണികൾ. ഇതിനകത്ത് ഏറ്റവും ബാലിശമായ ആരോപണമായിരുന്നു 30 സീറ്റിൽ UDF BJP ധാരണ എന്നുള്ളത്. അത് ഏതൊക്കെ സീറ്റാണെന്ന് ഇവർ പറയട്ടെ, ഏതൊക്കെ സീറ്റാണെന്ന് കണ്ടെത്താൻ പറയില്ലേ. UDF ഭരണത്തിൽ വരാണെങ്കിൽ ഇവർ പറയുന്ന ഒരു ന്യായം തന്നെയായിരിക്കും BJP UDF ധാരണ. അത് പറയും. എന്തായാലും സതീശന് ഇവരിട്ട ഒരു പേരുണ്ട്, നുണേശൻ. ആ നുണേശൻ എന്നുള്ള പേര് ഇവർക്കായി. ശരിക്കും യോജിക്കുന്ന എംമാർക്കാണ്. പിണറായി വിജയനും എം വി ഗോവിന്ദനും അടങ്ങുന്ന നുണേശന്മാർ. അവര് ഈ പാർട്ടിയുടെ പോക കണ്ടേ അടങ്ങും. ഇവർ ഈ പാർട്ടിയെ കത്തിച്ച് ചാരമാക്കി അത് അറബിക്കടലിൽ ഒരുക്കിയിട്ടായിരിക്കും ഇവിടുന്ന് ഇറങ്ങി പോവുക. എത്രയോ മനുഷ്യരുടെ ബലി നൽകിയ എത്രയോ പേര് രക്തസാക്ഷികളായി കഷ്ടപ്പെടുക. ഇവരോട് നമുക്ക് ജയിലിൽ കിടന്ന് കഷ്ടപ്പെടുത്ത അടിയും തല്ലും എല്ലാം വാങ്ങി ദുരിതം അനുഭവിച്ച് വളർത്തിയെടുത്തൊരു പാർട്ടിയെ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ദുരുപയോഗം ചെയ്തതിന് ശേഷം പിന്നെ അത് കത്തിച്ച് കളയുക എന്നുള്ള പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. യൂസ് ആൻഡ് ത്രോ, പരമാവധി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുക, എടുത്തു പോയി കളഞ്ഞിട്ട് പോയി. ഇനി ഇത് ഈ പാർട്ടി എങ്ങനെ കൊണ്ടെടുത്തിട്ട് വരും, ഞങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ള ചിന്തയാണ് ഈ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തായാലും തോമസ് ഐസക്കിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഈ സംസ്ഥാന സമിതി തന്നെ ഇത് പൊട്ടിത്തെറിക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെ സ്വാഗതം. സുധാകരൻ എന്തുകൊണ്ട് നേരത്തെ ഒഴിവാക്കിയത് ഇപ്പോൾ മനസ്സിലായോ? സുധാകരൻ സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തെ പെർഫോമൻസ് നടത്തി തന്നെ അവിടെ. അപ്പോൾ എന്താണെങ്കിലും കള്ളത്തരം മാത്രം പറഞ്ഞ് ഈ പാർട്ടിയെ കൂടെ ആപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി വിജയൻ. മകളുടെ കാര്യത്തിൽ കള്ളത്തരം പറഞ്ഞു, കുറേ പേരെ അകത്താക്കിയിട്ടുണ്ട്. ഇനിയും വരാൻ പോകുന്നത് ഇതാണ്, പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുക, തൻ്റെ നിലനിൽപ്പിന് വേണ്ടി പാർട്ടിയെ ബലി കൊടുക്കുക എന്നതാണ് പിണറായിയുടെ നീക്കം.